മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ ധർമ്മസ്ഥലയിലെ ദുരൂഹത നീങ്ങുമോ എന്നതറിയണം. അന്വേഷണ സംഘം എത്തിയിരിക്കുകയാണ്. സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുകയാണ്. ധർമ്മസ്ഥല കൂട്ടക്കൊലയിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലാണ്. മൃതദേഹം കുഴിച്ചിട്ട സ്ഥലങ്ങളിൽ മുഖ്യസാക്ഷിയുമായി തെളിവെടുപ്പ് തുടരുകയാണ്. റോഡരികിൽ വനമേഖലയിലെ 3 സ്ഥലങ്ങൾ അന്വേഷണ സംഘം മാർക്ക് ചെയ്തു. നിരവധി മൃതദേഹം താൻ കുഴിച്ചിട്ടു എന്ന് വെളിപ്പെടുത്തിയ ക്ഷേത്രത്തിലെ മുൻ ശുചീകരണ തൊഴിലാളിയുമായാണ് നിർണായക തെളിവെടുപ്പ് പുരോഗമിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തോടൊപ്പം വനംവകുപ്പ്, റവന്യൂ അധികൃതരുമുണ്ട്. ധർമ്മസ്ഥലയിൽ 20 വർഷമായി കാണാതായവരുടെ പട്ടിക തയ്യാറാക്കി അന്വേഷണം നടത്താൻ നേരത്തെ SIT തീരുമാനിച്ചിരുന്നു. ദീപക് മോഹൻ ധർമ്മസ്ഥലയിൽ നിന്ന് തത്സമയം. ഗുഡ് ഈവനിംഗ് ദീപക് മോഹൻ. ഇപ്പോൾ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണോ? എന്തൊക്കെയാണ് ധർമ്മസ്ഥലയിൽ നിന്ന് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? സുജിയ, ഉച്ചയോടുകൂടി ആരംഭിച്ച തെളിവെടുപ്പ് ഇപ്പോൾ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നാളെ വീണ്ടും ഈ മേഖലകൾ കുറിച്ച് പരിശോധിക്കും. ഇന്ന് രാവിലെ ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ മേഖലയിലേക്ക് എത്തിയിരുന്നു. നമ്മൾ നിൽക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ഈ സ്നാനഘട്ടിന് സമീപമാണ്. സ്നാനഘട്ടിന് സമീപത്തോടുകൂടി ഈ പ്രത്യേക അന്വേഷണ സംഘം ആ മേഖലയിലൂടെ പുഴയ്ക്കരികിലുള്ള നേത്രാവതി നദിക്കരികിലുള്ള പ്രദേശത്തോടു കൂടിയെല്ലാം തന്നെ പരിശോധന നടത്തി. അവിടെ വനമേഖലകളിൽ ഉൾപ്പെടെ ആ പ്രദേശത്തെ മൃതദേഹം കുഴിച്ചിട്ടുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഈ സാക്ഷി അന്വേഷണ സംഘത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 8 ഇടങ്ങളിലാണ് ആ മേഖലകളിൽ, അതായത് നേത്രാവതി നദി ഒഴുകുന്ന പുഴയുടെ കരകളിലുള്ള വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് 8 ഇടങ്ങളിൽ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലങ്ങളും ഒപ്പം കഴിഞ്ഞ 20 ദിവസം മുൻപ് ഈ ശുചീകരണ തൊഴിലാളി കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടിയുടെ ആ ഭാഗം കിട്ടിയ സ്ഥലത്തും ഒക്കെ തന്നെ അന്വേഷണ സംഘം ആ മേഖലയിൽ ഫോറൻസിക് പരിശോധന നടത്തി. ആ മേഖലയിലൊക്കെ തന്നെ ഇപ്പോൾ ബാൻഡ് കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇത് റോഡരികാണ്. റോഡരികിൽ തന്നെയുള്ള ഏറ്റവും റോഡരികിൽ ഈ ധർമ്മസ്ഥലയിലേക്ക് പോകുന്ന മംഗളൂരു നഗരത്തിൽ നിന്ന് ധർമ്മസ്ഥലയിലേക്ക് പോകുന്ന റോഡരികിലുള്ള ഈ സ്നാനഘട്ടിന് സമീപമാണ് ഒരു വലിയ കുന്നുള്ളത്. ഈ കുന്നിന്റെ മറുഭാഗത്താണ് നേത്രാവതി പുഴ ഒഴുകുന്നത്. ആ ഭാഗത്ത് വിശദമായ പരിശോധന നടത്തി 8 ഇടങ്ങളിൽ ആ മേഖലയിൽ മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടുണ്ട്. ആ മേഖലയിലൊക്കെ തന്നെ ഇപ്പോൾ അതീവ ജാഗ്രത, സുരക്ഷയുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ പ്രദേശത്ത്, അതായത് ഈ റോഡിൽ നിന്ന് പ്രധാന സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഏകദേശം 20 മീറ്റർ പോലും ദൂരമില്ലാത്ത ആ ഭാഗത്താണ് ഏറ്റവും അവസാനം 12ാമത്തെ മൃതദേഹം ഉണ്ട് എന്ന് പറയുന്ന സ്ഥലത്തും കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇതുവരെ ഇന്ന് ഉച്ച മുതൽ വൈകിട്ട് വരെയുള്ള ഈ സമയങ്ങളിൽ ഏകദേശം 12 ഇടങ്ങളിൽ മൃതദേഹങ്ങൾ ഉണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. അതിനുള്ള ഏറ്റവും തെളിവാണ് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മഞ്ഞപ്പാടി ആ ഭാഗത്തേക്ക് ദൃശ്യങ്ങൾ ഒന്ന് സൂം ചെയ്താൽ മനസ്സിലാകും. ആ പോലീസ് അതിനെ ബാൻഡ് കെട്ടി തിരിച്ച അവിടെ ഒരു മഞ്ഞ ബോർഡുണ്ട്. ആ ബോർഡിൽ 12 എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇന്ന് ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള സമയം കൊണ്ട് ഈ അന്വേഷണ സംഘവും ഫോറൻസിക് സംഘവും സാക്ഷിയെയും കൊണ്ട് ഈ മുഖ്യ സാക്ഷിയെയും കൊണ്ട് തെളിവെടുപ്പ് നടത്തിയതിൽ പ്രകാരം 12 ഇടങ്ങളിൽ ഈ പരിശോധന അപ്പോൾ ദീപക് മോഹൻ, ഈ പരിശോധന വരും മണിക്കൂറുകളിൽ അടുത്ത ദിവസമൊക്കെ തുടരുമെന്നതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ സാക്ഷി വളരെ പ്രധാനപ്പെട്ടതാണ്, അയാളാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഇതേ രീതിയിൽ തന്നെയുള്ള പരിശോധന തുടരുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? സുജയ, ഞാൻ നേരത്തെ കാണിച്ച സ്ഥലത്തിന് തൊട്ടടുത്ത് ആ കാണുന്ന ട്രാൻസ്ഫോമറിനടുത്താണ് മറ്റൊരു ഭാഗം. ഇതുപോലെ നമ്മൾ പോകുന്ന പ്രധാന റോഡരികിൽ 4 ഇടങ്ങളിൽ ഈ റോഡരികിനോട് ചേർന്ന വനമേഖലകളിൽ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലങ്ങളിൽ ഫോറൻസിക് സംഘം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ മേഖലകളിലൊക്കെ തന്നെ പോലീസിന്റെ കനത്ത കാവൽ സുരക്ഷയുമുണ്ട്. നാളെയോടുകൂടി ഈ മേഖലകളിൽ എത്തി പെനട്രേറ്റിംഗ് റഡാർ എത്തിച്ച് പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇനി ഇവിടെ കുഴിച്ച് ഇവിടെ നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് എത്തിക്കുക. പിന്നീടായിരിക്കും ഈ മൃതദേഹം കുഴിച്ചിട്ട കാലപ്പഴക്കവും അല്ലെങ്കിൽ ഇത് ആരുടേതാണ്, ആരാണ് ഇത്തരത്തിൽ മരിച്ചത് എന്നതിനെ പറ്റിയൊക്കെ കൂടുതൽ വിവരങ്ങൾ അതിന്റെ സ്പോട്ട് അപ്ഡേഷനാണ് ഇപ്പോൾ ദീപക് മോഹനും രഞ്ജിത്ത് മഞ്ഞപ്പാടിയും നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ പരിശോധന തുടരുന്നതിന്റെ, ടാഗ് ചെയ്യുന്നതിന്റെ ഒക്കെ തത്സമയ ദൃശ്യങ്ങൾ, അന്വേഷണ സംഘത്തിന്റെ ദൃശ്യങ്ങൾ ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.